നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ത്യൻ ടീമിൻ്റെ വിജയാഘോഷത്തിൽ ഹാർദിക് പാണ്ഡ്യ ചെയ്തത് ശരിയായില്ല. അദ്ദേഹം ദേശീയ പതാകയെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു കംപ്ലൈൻറ്റ് പോലീസിലെത്തിയിരിക്കുകയാണ്. ഈ വാർത്ത ഇന്നിപ്പോൾ എല്ലാ പ്രധാന മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ NDTVയുടെ ദേശീയ മാധ്യമം NDTVയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതാണ് നമ്മുടെ സോഴ്സ്. അതിൽ അവർ വളരെ കൃത്യമായിട്ട് പറയുന്നു, കംപ്ലൈൻറ്റ് ഫയൽഡ് അഗെയിൻസ്റ്റ് ഹാർദിക് പാണ്ഡ്യ ഫോർ ഇൻസൾട്ടിംഗ് നാഷണൽ ഫ്ലാഗ് ആഫ്റ്റർ T20 വേൾഡ് കപ്പ് ഫൈനൽ. ദേശീയ പതാകയെ അപമാനിച്ചതിന് ഹാർദിക് പാണ്ഡ്യക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് എന്നാണ് അവരുടെ വാർത്തയുടെ തന്നെ തലക്കെട്ട്. ഇതൊരു അഡ്വക്കേറ്റാണ് ഈ ഒരു പരാതി സമർപ്പിച്ചിരിക്കുന്നത്. പൂനെയിലെ പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുത്തിരിക്കുന്നത്. പരാതി കൊടുത്ത് FIR രജിസ്റ്റർ ചെയ്യണമെന്നാണ് ആവശ്യം. ഇതിൽ മറ്റെന്ത് നടപടികളെടുത്തു എന്നുള്ളത് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം പരാതി കിട്ടിയതായിട്ട് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ട് പറയുന്നത് എങ്ങനെയാണ്? ശിവാജി നഗർ പോലീസ് സ്റ്റേഷൻ ഓഫീസർ കൺഫേംഡ് ഓൺ വെനസ്ഡേ ദാറ്റ് കംപ്ലൈൻറ്റ് ആപ്ലിക്കേഷൻ വാസ് സബ്മിറ്റഡ് ബൈ അഡ്വക്കേറ്റ് വാജിദ് ഖാൻ വിത്തൗട്ട് എലാബറേറ്റിംഗ്. വിശദീകരിച്ച് പോലീസ് പറഞ്ഞിട്ടില്ല, പക്ഷേ അഡ്വക്കേറ്റ് വാജിദ് ഖാൻ ഇങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് എന്നവർ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വാജിദ് ഖാൻ അതിൽ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ അപ്ലിക്കേഷനിൽ പറയുന്നത്, പാണ്ഡ്യ ട്രൈ കളർ നമ്മുടെ ദേശീയ പതാക ഇങ്ങനെ ഷോൾഡറിലൂടെ റാപ്പ് ചെയ്തിട്ടിട്ട് ഒബ്സീനായിട്ടുള്ള ബിഹേവിയർ, അശ്ലീലമായിട്ടുള്ള ഒരു സ്വഭാവം അവിടെ കാണിച്ചു, ഗ്രൗണ്ടിൽ കാണിച്ചു ഇന്ത്യയുടെ വിജയത്തിൻ്റെ സമയത്തെന്നാണ്. അത് ദേശീയ പതാക അങ്ങനെ ചുറ്റിക്കൊണ്ടത് ചെയ്തു, അത് തെറ്റാണ് എന്നാണ് അയാൾ വാദിക്കുന്നത്. അതെങ്ങനെയാണ്? ഖാൻ സ്റ്റേറ്റഡ് in his application that Pandya wrapped the tricolor around his body and indulged in obscene behavior on the ground while celebrating India's win against New Zealand on Sunday. അത് എന്താണ് പാണ്ഡ്യ ചെയ്തതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. അവിടെ പലരും ആഘോഷിക്കുന്നുണ്ടായിരുന്നു. സഞ്ജുവൊക്കെ വളരെ മാസ് ആൻഡ് ക്ലാസ് ആയിട്ട് ആഘോഷിക്കുന്ന നമ്മൾ കണ്ടു. അതേസമയം പാണ്ഡ്യ എന്താണ് ചെയ്തതെന്ന് ഇപ്പോൾ ഞാൻ വീണ്ടും പറയേണ്ടതില്ലല്ലോ. അവിടെ കിടക്കുന്നു, ഡാൻസ് ചെയ്യുന്നു, ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരൊരുമിച്ച് സ്റ്റേജിൽ കിടക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഭവവികാസങ്ങളാണ്. അതായിരിക്കണം ഒരു പക്ഷേ ഈ ഒബ്സീൻ ബിഹേവിയർ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ അഡ്വക്കേറ്റ് പരാതി പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ അഡ്വക്കേറ്റിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു പ്രവൃത്തി കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഒഫൻസ് അണ്ടർ ദി റിലവൻറ്റ് ലോ, നിലവിലുള്ള നിയമത്തിൽ ഇതൊരു ഒഫൻസാണ്. ലീഗൽ ആക്ഷൻ നിർബന്ധമായിട്ട് എടുക്കണം. ഓരോ സിറ്റീസിൻ്റെയും ഡ്യൂട്ടിയാണ് ദേശീയ പതാകയെ ബഹുമാനിക്കുക, അതിൻ്റെ മഹത്വം അതിനെ അംഗീകരിക്കുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും ഡ്യൂട്ടിയാണ് എന്നാണിപ്പോൾ കംപ്ലൈനൻ്റ് ആ ഒരു ആപ്ലിക്കേഷനിൽ പറയുന്നത്. അവിടെ അദ്ദേഹം പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. T20 വേൾഡ് കപ്പ് നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടാവും. ഹാർദിക് പാണ്ഡ്യ ഡാൻസ് ചെയ്യുന്നു വിത്ത് ഹിസ് ഗേൾ ഫ്രണ്ട് ഇൻ സെലിബ്രേഷൻ ഓഫ് ഹിസ് വിക്ടറി. നാഷണൽ ഫ്ലാഗ് അയാൾ പുതച്ചിട്ടുണ്ടായിരുന്നു. According to Section 2 of the 1971 National Flag Act, we should respect the dignity of the national flag. എന്നാൽ പാണ്ഡ്യ ആ ഒരു സെലിബ്രേഷനിൽ ഇത്തരത്തിൽ അല്ല കാര്യങ്ങൾ ചെയ്തത്. However, Hardik Pandya was so lost in the celebration of his victory that he was laying with his girlfriend wearing the national flag. I believe it is an insult to the national flag എന്നാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് വാജിദ് ഖാൻ പറയുന്നത്. ആ ഒരു ദേശീയ പതാക ഇങ്ങനെ കഴുത്തിലൂടെ ചുറ്റിക്കൊണ്ട് ഗേൾഫ്രണ്ടിനൊപ്പം അവിടെ കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഇത് ദേശീയ പതാകയെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഈ ഒരു പരാതിക്കാരൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും പോലീസ് ഓഫീസർ ഇപ്പം സ്ഥിരീകരിക്കുന്നു, ശിവാജി നഗർ പോലീസ് സ്റ്റേഷൻ, പൂനെയിലെ ശിവാജി നഗർ പോലീസ് സ്റ്റേഷനിൽ ഈ ഒരു കംപ്ലൈൻറ്റ് എത്തിയിട്ടുണ്ട് എന്നുള്ളത് പോലീസ് ഓഫീസർ സ്ഥിരീകരിക്കുന്നു. ബാക്കി എന്ത് നടപടികൾ എന്നുള്ളത് പിന്നാലെ അറിയാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.